ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരു വലിയ ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ സന്തോഷമൊപ്പം ലോകമെമ്പാടും ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി കൂടി ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ചപ്പലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന വചനമായിരുന്നു ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 3-4 വചനങ്ങൾ. കർത്താവ് എത്ര മാത്രമാണ് എന്നോടും നിങ്ങളോടും കരുണ കാണിക്കുന്നത് എന്ന് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനഭാഗമാണ്. ഹോസിയയുടെ പുസ്തകം മുഴുവൻ കർത്താവിൽ നിന്ന് അകന്നകന്നു പോകുന്ന ദൈവജനത്തെ കരുണയോടെ വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടുവരുന്ന, പിന്നാലെ പോകുന്ന, ബോധ്യങ്ങൾ കൊടുക്കുന്ന, സ്നേഹം ഒഴുക്കുന്ന ദൈവത്തിന്റെ വലിയ ഒരു സാന്നിധ്യത്തെ കുറിച്ചാണ്. അവിടെ കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ കരുണയുമെല്ലാം എത്ര മാത്രമാണെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാവം കൂടിയുണ്ട്. ഹോസിയയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 4-ാമത്തെ വചനമാണ്. ഹോസിയയുടെ പുസ്തകം 6:4 ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ കുറിച്ച് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്ത വൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ ഇറങ്ങി വരും. കർത്താവിന്റെ വചനമാണ്. എന്നിട്ട് വീണ്ടും വചനം പറയുകയാണ്, നിന്റെ സ്നേഹം എങ്ങനെയുള്ളതാണ്? നിന്റെ സ്നേഹം പ്രഭാത മേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഒരു മഞ്ഞുകണം പോലെയല്ല, മാഞ്ഞു പോകുന്ന ഒരു പ്രഭാത മേഘം പോലെയല്ല, മറിച്ച് വസന്ത വൃഷ്ടി പോലെ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഒക്കെയാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നത്. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കാണുകയാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായ കർത്താവ് 2 വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. വചനഭാഗം ഇതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വചനങ്ങൾ നമ്മൾ വിചിന്തനം ചെയ്യുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. 9-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു വചനം നമ്മൾ കാണുകയാണ്. ഇസ്രായേൽ മക്കളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ഇപ്പൊ കർത്താവിന്റെ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ചോയ്സ് നമ്മളിവിടെ കാണുന്നുണ്ട്. ദൈവം തന്റെ ജനത്തെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വചനഭാഗമാണ് 14-ാമത്തെ അധ്യായം. 9-ാം അധ്യായം 14-ാമത്തെ വചനം തൊട്ട് 12-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം പ്രവൃത്തികൾ മൂലമല്ല, അവിടുത്തെ വിളി മൂലം തുടർന്നു കൊണ്ട് പോകേണ്ടതിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വിളി എന്ന് പറയുന്ന വലിയൊരു കരുണയാണ്. അപ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ഇന്ന് ക്രിസ്ത്യാനികളായിരിക്കുക, ഈ കർത്താവിന്റെ വിശ്വാസത്തിലും സഭയിലും ചേർന്ന് നിൽക്കുക വലിയൊരു വിളിയാണ്, വലിയൊരു കരുണയാണ്. ഇന്ന് പലരും പല ലോകത്തിലേക്ക് ഇട്ടുവാൻ നോക്കുക. നമുക്കറിയാം ഈ വിളിയും കരുണയും എത്ര വലുതാണ് എന്ന് ദൈവം നമ്മോട് കാണിച്ചു തരികയാണ്. എന്നിട്ട് കർത്താവിന്റെ ആ വലിയ സ്നേഹം ഇങ്ങനെയാണ് ഇത് സംഭവിച്ചത്. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു. അതായത് ഇസ്ഹാക്കിന്റെ 2 മക്കളാണ് യാക്കോബും ഏസാവും. പക്ഷെ വചനം പറയാണ്, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. നമുക്കൊരു വലിയൊരു നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണേണ്ട ഒരു വചനമാണ്. യാക്കോബിനെ ആകട്ടെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വചനം കാണിക്കുക? നമ്മുടെ എല്ലാം മനസ്സിൽ തോന്നും. ഒരേ അമ്മയുടെ ഒരേ അപ്പന്റെയും മക്കളായ യാക്കോബിനെയും ഏസാവിനെയും കുറിച്ച് വചനം എഴുതിയിരിക്കുകയാണ്. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? ദൈവത്തിന്റെ ഭാഗത്ത് അനീതി ഉണ്ടെന്നോ? മാനുഷിക ബുദ്ധിയോടെ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും തോന്നുന്ന ഒരു കാര്യമാണ് അനീതിപരമായി ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. ഇവിടെ അനീതിയുള്ള ഒരു ദൈവത്തെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ പൗലോസ്ലീഹ വീണ്ടും ദൈവത്തെ നമ്മുടെ മുമ്പിലേക്ക് വെളിപ്പെടുത്തുകയാണ്. എങ്ങനെയാണ്? അല്ല, എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്നാണ് അവിടുന്ന് മോശയോട് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവിന്റെ വലിയൊരു പ്രത്യേകത. ദൈവം ആരാണ്? നമ്മൾ ഇന്ന് കർത്താവിന്റെ കരുണയുടെ തിരുനാൾ ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ആദ്യ വെള്ളിയാഴ്ച ദിനം, കർത്താവിന് തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദിനം, ഈശോയുടെ മരണത്തെ നമ്മൾ ഓർക്കുന്ന ദിവസം, ഈ ദിവസം കർത്താവ് പറയുകയാണ് ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ കാണിക്കുമെന്ന് അവിടുന്ന് മോശയോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ മനസ്സാണ്, ദൈവത്തിന്റെ ഹൃദയമാണ്. എന്നിട്ട് വീണ്ടും നമ്മളെല്ലാം പറയുന്ന ഒരു വചനഭാഗമുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം പൗലോസ് ലീഹായിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്.
ഞാനും നിങ്ങളും എന്തുമാത്രം പ്രയത്നിച്ചു എന്നുള്ളതല്ല, ഞാനും നിങ്ങളും എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിലല്ല, മനുഷ്യന്റെ ആഗ്രഹമല്ല, മനുഷ്യന്റെ പ്രയത്നമല്ല, മറിച്ച് ദൈവത്തിന്റെ ദയയാണ്, ദൈവത്തിന്റെ കരുണയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. ഞാനത് കണ്ടിട്ടുണ്ട്. കാരണം ചില ജീവിതങ്ങൾ എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അത് ഒരു പക്ഷേ ഞാൻ എന്നെ അഹങ്കാരത്തോടെ പറയുന്നതല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കും ഒന്നിനും ഒരു യോഗ്യതയൊന്നുമില്ല. എല്ലാവരെയും പോലെ ഒരാളാണ് ഞാനും. പക്ഷെ ചിലപ്പോഴെങ്കിലും ചില വ്യക്തികൾ ചോദിക്കും, സിസ്റ്റർ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ കേട്ട് കേട്ട് പോകുന്നുണ്ട്, ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, അതിനേക്കാൾ ഭംഗിയായിട്ടാണ് ഞാൻ പ്രസംഗം പറയുന്നത്, അതിനേക്കാൾ ഭംഗിയായിട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, പക്ഷെ എനിക്ക് അത്ര ആളുകളുടെ വ്യൂസ് ഇല്ല, അല്ലെങ്കിൽ അത്ര ആളുകളിൽ. പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ആരുടെയും കയ്യിലല്ല. നമ്മൾ എത്രമാത്രം എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു അതിലൊന്നും ഒരു കാര്യമില്ല. ഈശോയുടെ കരുണയാണ്. ഞാൻ ചിലപ്പോൾ ചില ടോക്കുകളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണവും ഉറക്കവും വന്നിട്ട് ഞാൻ ചില ടോക്ക് എടുക്കും. ചിലത് നന്നായിട്ട് ഒരുങ്ങി ക്ഷീണത്തോടെ നന്നായിട്ട് ഒരുങ്ങി മിടുക്കിയായിട്ട് ടോക്ക് എടുക്കാൻ ഞാൻ ചിലപ്പോൾ ചെയ്യും, ഭയങ്കരമായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച്. അത് മിക്കവാറും ആരും തന്നെ കാണിയാൽ ഭയങ്കരമായിട്ട് ക്ഷീണത്തോടു കൂടി എനിക്ക് എടുക്കേണ്ട ഒരു അവസ്ഥയിൽ ഞാൻ ധ്യാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായ അനോയിന്റിങ് ഞാൻ കണ്ടിട്ടുണ്ട്. സൂമിലാണെങ്കിലും അല്ലാതെയാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് പറ്റില്ല, ഈ ധ്യാനം ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അയർലൻഡിന് പോയിരിക്കുക. അപ്പൊ അയർലൻഡിലെ ധ്യാനത്തിന് ഇവിടുന്ന് രാവിലെ ഭയങ്കര തിരക്കായിരുന്നു. പെസഹ ബുധനാഴ്ച രാവിലെയാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഭയങ്കരമായ വൊമിറ്റിംഗ് ആണ്, എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അവിടെ ചെന്നിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് 2 കൂട് തരണം. ഒന്ന് ഛർദ്ദിച്ച് തീർന്നുമ്പോൾ അടുത്തത് ഛർദ്ദിച്ച് തീർക്കാനുള്ള കൂടാണ്. ആ ചേട്ടന്മാർ 2 കൂട് എന്റെ സൈഡിൽ കൊണ്ട് വെച്ചിരിക്കുക. ഞാൻ കൂടും കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ അന്ന് അവിടെ വചന ശുശ്രൂഷ ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കണം, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കറിയാം ഈ ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ഓർത്താൽ പോലും ഒന്നും പറയാൻ പോലും പറ്റില്ല എനിക്ക്. പക്ഷേ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും ഞാൻ നിന്നെ ഇതുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെന്നൊന്നും പറയാൻ നിങ്ങളോട് ഞാൻ ഇന്ന് ഈ ശുശ്രൂഷ മുഴുവൻ നിന്റേതാ. എനിക്കിവിടെ ഞാൻ ഇവിടെ ഇരിക്കുന്ന പോലെ എനിക്ക് ആരോഗ്യം പോലും ഇല്ല. പ്രിയപ്പെട്ടവരെ, ആ ശുശ്രൂഷ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന ആളുകളിൽ എനിക്ക് തോന്നുന്നു 2 പേരെങ്ങാനും കരയാത്തുണ്ടെങ്കിലുണ്ട്. ബാക്കി എല്ലാവരും കരയുവാണ്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല. അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യമാണ്. അവിടുത്തെ അച്ഛൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, ഇതെന്റെ ആദ്യത്തെ സാക്ഷ്യമാണ്. എന്നിട്ട് അച്ഛൻ പറയാണ്, അച്ഛൻ കരയുവാണ്. അച്ഛൻ ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് കരയുവാണ്. ഞാൻ എന്തിനാ കരയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് സിസ്റ്റർ പറഞ്ഞതൊന്നും എന്നാന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അതുപോലെ അച്ഛനിലേക്ക് ഈശോയുടെ സാന്നിധ്യം നിറയുകയാണ്. അപ്പൊ നമ്മൾ ആരും അല്ല ഒരു കാര്യങ്ങളും ചെയ്ത് ശരിയാകണം, ദൈവം പ്രവർത്തിക്കണം. പൗലോസ് പറഞ്ഞു വെക്കുകയാണ്, മനുഷ്യന്റെ ആഗ്രഹമല്ല, മനുഷ്യന്റെ പ്രയത്നമല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം, ദൈവത്തിന്റെ കരുണയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. അപ്പൊ ഞാനും നിങ്ങളും ഇനി എന്ത് ചെയ്യണം? ചെയ്യേണ്ട കാര്യം ഇതാണ്, കർത്താവിന്റെ മനസ്സിനോട് ഇണങ്ങാനുള്ള ഒരു ശ്രമം. ഈ കരുണ തിരുനാളെല്ലാം നമ്മൾ ആഘോഷിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കരുണ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മനസ്സിനിണങ്ങി കിട്ടുന്ന ഒരു കാര്യമാണ്. എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും, എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ അനുകമ്പ കാണിക്കും. വചനം പറഞ്ഞു വെച്ചിരിക്കുക. ഈ കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോ കർത്താവിന്റെ കരുണ കിട്ടാൻ മാത്രം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം. ബാക്കി ഒന്നുമല്ല. നമ്മളിപ്പോ കുറെ കരുണക്കൊന്ത ചെല്ലിയത് കൊണ്ടോ കുറെ ദിവസങ്ങൾ നൊവേന ചെല്ലിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. മനുഷ്യന്റെ ആഗ്രഹമല്ല, അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതല്ല അതിന്റെ പ്രയോറിറ്റി എന്നാണ് ഞാൻ പറഞ്ഞു വെക്കും. ഇത് കരുണക്കൊന്ത ഇന്ന് ചെല്ലുന്നത് നിർത്തണമെന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതല്ല, അതിനും മുകളിൽ വചനം പറയാണ്, മനുഷ്യന്റെ ആഗ്രഹമല്ല, പ്രയത്നമല്ല, മറിച്ച് ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. അതെ പ്രിയപ്പെട്ടവരെ, ഈ ദയയെ കുറിച്ചാണ് പൗലോസ് ശ്ലീഹ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ദൈവത്തിന്റെ കരുണയാണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു ചോയ്സാണ്, എന്റെ ഇഷ്ടം അല്ല ഇത്. അപ്പൊ നമ്മൾ ദൈവം തെരഞ്ഞെടുക്കുക, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു, ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസം ഞാൻ 3-4 പേരുമായിട്ട് ഇതിപ്പോ പിള്ളേരിങ്ങനെ ആർഗ്യുമെന്റ് നടത്തുകയാണ്. സിസ്റ്ററെ, ദൈവം ഭയങ്കര പാർഷ്യാലിറ്റിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഭയങ്കരമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽക്കാർ മാത്രമല്ല അന്നുണ്ടായിരുന്ന, ചിലരെ മാത്രം ദൈവം ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി അവരിങ്ങനെ തീക്ഷ്ണമായിട്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്നോട്. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്ത് ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ ദയയിലേക്ക്, ദൈവത്തിന്റെ കരുണയിലേക്ക് എന്റെയും നിങ്ങളുടെയും മനസ്സിനെ എത്തിച്ചു വെക്കണം. കർത്താവെ, അതിനുള്ളൊരു കൃപ നീ എനിക്ക് തരണം. കർത്താവ് വീണ്ടും എന്റെ മനസ്സിനെ എപ്പോഴും സ്വാധീനിക്കുന്നത്, നമ്മൾ ഈ കരുണയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ എന്നെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വചനമാണ് മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവുമാണ്, മനസ്സിനേറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം.
മുന്തിരിത്തോട്ടത്തിലേക്ക് കൃഷിക്കാരെ വിളിച്ച ഒരു യജമാനന്റെ കഥയുണ്ട്. രാവിലെ തന്നെ മുന്തിരിത്തോട്ട ജോലിക്കാരെ കുറിച്ചാണ്. ജോലിക്കാരെ വിളിക്കാനായിട്ട് ഇറങ്ങി. കർത്താവ് ഇറങ്ങിപ്പോയി. കർത്താവ് അവിടെ ചെന്ന് കർത്താവ് ഓരോരുത്തരും ഇവിടെ കർത്താവിനുള്ള ഈശോ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു തോട്ടക്കാരന്റെ കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. ഇറങ്ങിച്ചെന്ന് പലരെയും പല സമയത്ത് കൊണ്ട് എല്ലാവരും കൂട്ടിക്കൊണ്ടു വന്നു. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ 1 രൂപ വേതനം തരാം. അങ്ങനെ 1 ധനാറ വേതനം കൊടുക്കാന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നു. അവസാനത്തെ മണിക്കൂറിൽ എത്തിയപ്പോൾ കുറെ പേര് വെറുതെ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളും തോട്ടത്തിനോട് ചെല്ലും, നിങ്ങൾക്ക് ഞാൻ ന്യായമായ വേതനം നൽകാം. പ്രിയപ്പെട്ടവരെ, ആദ്യം വന്നവർക്കെല്ലാം പറഞ്ഞതെല്ലാം ഉറപ്പിച്ച് നീതിയോടെ പെരുമാറുന്ന ദൈവത്തെ നമ്മൾ കാണുകയാണ്. വന്നവർക്കെല്ലാം അവൻ തങ്ങളുടെ വേലയ്ക്കനുസരിച്ച് കൂലി കൊടുത്തു. അപ്പോ ഏറ്റവും അവസാനം വന്നവർക്കും അതേ ധനാറ കൊടുക്കുന്ന ഒരു കർത്താവിനെ നമ്മളിവിടെ കാണുന്നുണ്ട്. അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം. ഏറ്റവും അവസാനം വന്നവർക്കും കർത്താവ് അതേ ധനാറ കൊടുത്തു. 11ാം മണിക്കൂറിൽ എത്തിയവർക്കും അതേ ധനാറ. അവിടെ ഇപ്പൊ മറ്റുള്ളവരെല്ലാം പിറുപിറുത്തു. ഇപ്പൊ കർത്താവിന്റെ ഒരു വചനം പറയുന്നതാണ്, 15ാമത്തെ വചനം. എന്റെ വസ്തുവകകൾ കൊണ്ട്, നമ്മുടെ മനസ്സിലിരിക്കണം, നമ്മൾ ഈ ദൈവകലയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനസൂയപ്പെടുന്നു? ഇപ്രകാരം പിമ്പന്മാരുമായിരിക്കും. 20ാമത്തെയും 18ാമത്തെ വചനമാണ്. എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ ഒരു ചോദ്യമാണ്. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ കാണിക്കും. ദൈവത്തിന്റെ ചോയ്സാണ് പ്രിയപ്പെട്ടവരെ കരുണ എന്ന് പറയുന്നത്, മറക്കരുത്. ഇത് ദൈവത്തിന്റെ ചോയ്സാണ്. കർത്താവേ, ആ ചോയ്സിൽ എന്നെ ഉൾപ്പെടുത്തണമേ. ആ ചോയ്സ് ഇപ്പൊ ഇവിടെ ഈ 11ാമത്തെ മണിക്കൂറിൽ എത്തപ്പെട്ട ആളുകൾ ദൈവത്തിന്റെ കരുണയുടെ ചോയ്സിന് പാത്രമാകാൻ ഒരു കാരണമുണ്ട്. ദൈവം വിളിച്ചപ്പോഴേ അവര് പോയി. കാരണം വിളി കിട്ടിയത് അപ്പോഴവർക്ക്. അപ്പോൾ ദൈവത്തിന്റെ കരുണയ്ക്ക്, ദൈവത്തിന്റെ ചോയ്സിന് ഞാൻ പാത്രമാകണമെങ്കിൽ ദൈവത്തിന്റെ വിളി കിട്ടുമ്പോ തന്നെ ഞാൻ പ്രവർത്തിക്കണം. ഇപ്പൊ ദൈവം വിളിച്ചപ്പോഴേ അവര് പോയിട്ടോ അലഞ്ഞു തിരിഞ്ഞൊന്നും നിന്നില്ല. 1 മണിക്കൂറോ ഉള്ളെങ്കിൽ 100% ആത്മാർത്ഥതയോടെ അവർ പരിശ്രമിച്ചു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ദൈവത്തിന്റെ ചോയ്സിൽ ഞാൻ നിങ്ങൾ പെടാനിടയാക്കും. ദൈവത്തിന്റെ ആ കരുണ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ 2 കാര്യങ്ങൾ. എന്റെ വിളി ഏതാണ്? എന്റെ വിളിയിൽ അപ്പോൾ തന്നെ പ്രത്യുത്തരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? കുടുംബജീവിതത്തിലോട്ടായിരിക്കാം, ഒരു പഠന മേഖലയിലേക്കായിരിക്കാം, ഒരു പ്രത്യേക ജോലി സ്ഥലത്തേക്കായിരിക്കാം, ചിലപ്പോൾ സന്യാസത്തിലേക്കായിരിക്കാം. എന്റെ വിളിയിൽ അപ്പോൾ പ്രത്യുത്തരിച്ച് ഞാൻ, പലരും പല ജീവിതാംശ പ്രവേശിച്ചവരോട് ഇരിക്കുന്നവർ, ഇനി എന്റെ ആത്മാർത്ഥത, എന്റെ സിൻസിരിറ്റി അത് എത്ര മാത്രമാണ്, അതിനെക്കുറിച്ച് കൂടി നമ്മൾ കർത്താവിന് ചോയ്സിൽപ്പെടുന്ന ഒരു കാര്യമാണ്. ആ ഞാനായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്ര നാളും എനിക്ക് സിൻസിയറായി വ്യാപരിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ആ ചോയ്സിൽ ഞാൻ പെട്ടിരിക്കും. ദൈവത്തിന്റെ കണ്ണിൽ ഞാനുണ്ട്. ഈ 20ാമത്തെ അധ്യായം അതാ നമ്മളെ പഠിപ്പിക്കുക. ഇന്ന് പല പല വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കർത്താവിന്റെ വചനത്തില് റോമാക്കാർക്ക് ലേഖനം 9ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുകയാണ്, മനുഷ്യന്റെ ആഗ്രഹമല്ല, പ്രയത്നമല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിനും അടിസ്ഥാനം. ആ ദയ കിട്ടണമെങ്കിൽ, ആ ചോയ്സിൽ പെടണമെങ്കിൽ കരുണ ദൈവത്തിന്റെ മാത്രം ചോയ്സ്. ആ ചോയ്സിൽ പെടണം. ഇന്ന് ഈ ലോകത്തില് ഒരു നിയമങ്ങളിൽ നമ്മൾ കരുണ കാണുന്നില്ല. നിയമങ്ങൾ ഒരിടത്തും കരുണ കാണുന്നില്ല. ആ ദൈവത്തിന്റെ കോടതിയിൽ ഒരു കരുണയുണ്ട്. നമുക്ക് സുപ്രീം കോർട്ടില് ജഡ്ജി ഒരു കാര്യം വിധിക്കുമ്പോ കരുണയുടെ മേലല്ല അദ്ദേഹം വിധിക്കുക. അദ്ദേഹം വിധിക്കുന്നത് നിയമങ്ങളും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ ദൈവത്തിന്റെ കോടതിയിലാണ് ഈ കരുണയ്ക്ക് സ്ഥാനമുള്ളൂ. ഈ കരുണയുടെ വലിയ ചോയ്സിലേക്ക് ഞാൻ പെടണമെങ്കിൽ എന്റെ സിൻസിയറിറ്റി, എന്റെ ആത്മാർത്ഥത, എന്റെ സഡൻ റെസ്പോൺസ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മത്തായിയുടെ സുവിശേഷം 20ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണിക്കണം, റോമാക്കാർക്ക് ലേഖനത്തില് 17ാമത്തെ വചനം, വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഉയർത്തിയത്. അപ്പൊ നമുക്കറിയാം, ഫറവോ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയിൽ ഒരാളല്ല, ഇസ്രായേൽ മക്കളിൽ ഒരാളല്ല ഫറവോ. പക്ഷേ ഫറവോയെ ദൈവകരുണ ഉയർത്തുന്നതായി വചനം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ വിചാരിക്കരുത് ക്രിസ്ത്യാനികൾ ആയതുകൊണ്ടോ, ഞാനും നിങ്ങളും എന്നും പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ, എന്നും പള്ളിയിൽ പോകുന്നത് കൊണ്ടോ ദൈവകരുണയ്ക്ക് പാത്രീഭൂതരാകുമെന്ന് അതിനർത്ഥമില്ല. ദൈവം കരുണ കാണിക്കുന്നത് അവൻ ഇഷ്ടമുള്ളവരോട്. ഇനി എന്തിനാണ് ഈ കരുണ എനിക്ക് നിങ്ങൾക്കും കിട്ടുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല മേഖലകളിൽ കരുണ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും കരുണ അനേകം തലങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്.
ഒരുപാട് തലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കരുണയോടെ കടാക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളിവിടെ ഉണ്ടാവില്ല. അത്രമാത്രം കരുണ ദൈവം എനിക്കും നിങ്ങൾക്കും അനുവദിച്ചിട്ടുണ്ട്. ഈ കരുണ അനുവദിച്ച ഞാനും നിങ്ങളും എന്തിനാണ് ദൈവം കരുണ അനുവദിച്ചത്? ഫറവോയെ എന്തിനാണ് കരുണയോടെ ഉയർത്തിയത്? തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ ഭാഗമല്ല ഫറവോ എങ്കിലും ദൈവം ഉയർത്താൻ ഒറ്റ കാരണമുള്ളൂ. എന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്. എന്നിട്ട് അടുത്ത വചനം വീണ്ടും ശ്രദ്ധിക്കേണ്ട വചനമാണ്. താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു, അതുപോലെ തന്നെ താൻ ഇച്ഛിക്കുന്നവരെ കരുണ ഹൃദയരാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിന്റെ ഈ ചോയ്സ് ആണ് കരുണ എന്നുള്ള കാര്യം ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക. അതിന് ഞാനും നിങ്ങളും സഡൻ റെസ്പോൺസും സിൻസിയറിറ്റിയും വേണം. ഇനി വീണ്ടും എന്തിനാണ് ദൈവം എന്നോട് കരുണ കാണിക്കുന്നത്? എന്റെ ജീവിതത്തെ ഉയർത്തുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. ഇന്നോളം എന്റെ കുടുംബത്തിലേക്ക് ഏതെങ്കിലും ജോലി മേഖലകളിലാകട്ടെ, കണ്ണുനീരുകളിലാകട്ടെ, സങ്കടങ്ങളിലായിരിക്കട്ടെ, കരുണയോടെ ദൈവം നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ, പാപക്ഷമ തരുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മഹത്വം നമ്മൾ വെളിപ്പെടാൻ വേണ്ടിയാണ്. ഈ ദൈവമഹത്വം നമ്മൾ വെളിപ്പെടുന്നില്ല എന്ന് നമുക്ക് ദൈവത്തിന് തോന്നുമ്പോ ആ കരുണ നമ്മളിൽ നിന്ന് പിൻവലിക്കും കർത്താവ്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവമഹത്വം പ്രകടിപ്പിക്കാൻ തക്കവിധത്തിൽ ഒരു കരുണ ദൈവം എന്നോട് കാണിച്ചിട്ടുണ്ട്. ഇനി അത് ഞാൻ കണ്ടിന്യൂ ചെയ്യണം, ഞാൻ തുടരണം. എന്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് പല ജീവിതങ്ങളിലും ദൈവത്തിന്റെ കരുണയുടെ പാത്രമായി മാറിയിട്ടും അത് മറന്നു പോകുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്. നമുക്കൊക്കെ ദൈവം ഒരുപാട് ബ്ലെസ്സിങ്, അർഹിക്കാത്ത അനേകം ബ്ലെസ്സിങ് കിട്ടിയവരാണ് ഇവിടെ ഇരിക്കുന്നത്. ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ അനേകം ബ്ലെസ്സിങ് എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ കരുണ കിട്ടിയ ദൈവത്തോടുള്ള എന്റെ റെസ്പോൺസ് ഇപ്പോൾ എന്താണ്? ഞാൻ നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തെ ആഴമായി ചേർത്ത് വെച്ച് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ വീണ്ടും മറ്റൊരു വചനത്തിലേക്ക് നമ്മൾ പോകുകയാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. വലിയ കരുണയുള്ള ഒരു കർത്താവിനെ കുറിച്ച് നമ്മൾ വീണ്ടും കാണുക. ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. നമുക്ക് ആ വചനത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവകരുണ ഇന്നോളം കിട്ടിയ എല്ലാ മേഖലകളിൽ നിന്ന് ഓർത്തേ. കരുണയുടെ കയറ് പിടിച്ച് ഞാൻ നിന്നെ നടത്തി. ദൈവത്തിന്റെ വചനമാണ്. കർത്താവ് പറയാണ്, നിന്റെ മുഖം ഞാൻ അഴിച്ചു മാറ്റി, നിന്റെ കെട്ടുകളെല്ലാം ഞാൻ പൊട്ടിച്ചു. അത്രമാത്രം ദൈവം ഇവിടെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും ചെറുതും വലുതുമായി അലഞ്ഞു തിരിഞ്ഞു നടന്ന എന്റെ ജീവിതത്തിലോട്ട് ദൈവത്തിന്റെ കരുണ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ അനേക മേഖലകളില്, നിന്റെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ ദൈവം ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. തീരുമെന്ന് വിചാരിച്ച ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളില് ഒരു മനുഷ്യനോട് പറയാണ്, സിസ്റ്ററെ, വലിയ കടബാധ്യതകൾ, എന്റെ കൊച്ചിന് 30,000 പൗണ്ട് എന്റെ കൊച്ചിന് അടച്ചാൽ ഒരു പുതിയ പരീക്ഷയ്ക്ക് പാസ്സാകാൻ പറ്റൂ. അവന് പഠിച്ച് പാസ്സാക്കണമെങ്കിൽ അത്രയും പൗണ്ട് അടയ്ക്കണം. എന്റെ കയ്യിൽ ഇല്ലത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് എന്റെ മുമ്പിൽ ഒരു മരണമല്ലാതെ മറ്റൊന്നുമില്ല. ആ കുടുംബം കർത്താവിന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. പിറ്റേ ദിവസം അടയ്ക്കണം. മേല് വന്നിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അതിരാവിലെ വീണ്ടും മേല് വരികയാണ്. നിങ്ങൾക്ക് ഇത് അടയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങളെ അവര് സ്ക്രൂട്ടനൈസ് ചെയ്തപ്പോ മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് അടച്ചാൽ മതി. വചനം അവർക്കൊരു മേല് വരികയാണ്. അപ്പോൾ അവര് പറയാണ്, ദൈവത്തിന്റെ കരുണ ഞങ്ങൾ കണ്ടു, ദൈവത്തിന്റെ കരുണ ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കരുണ. അതുപോലെ അനേകം കരുണ ഇന്നിവിടെ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റെസ്പോൺസ് എന്താണ്? കരുണ കാണിച്ച ദൈവത്തോടുള്ള നമ്മുടെ ഇപ്പോഴത്തെ റെസ്പോൺസ് എന്താ? ആഴമായി നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ ഒന്ന് ഓർത്തു നോക്കിക്കേ. കഴിഞ്ഞ നാളുകളിലേക്ക് ദൈവം ചൊരിഞ്ഞ അനന്ത കരുണയെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ നന്ദി പറയുന്നു. ഈശോയെ, ഇന്ന് ഈ കൂട്ടായ്മയിൽ ദൈവത്തിന്റെ കരുണ പല മേഖലകളിൽ വെളിപ്പെടുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തില് ദൈവത്തിന്റെ കരുണ പല മേഖലകളിൽ ഇറങ്ങി വരാൻ ശക്തമായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന. കർത്താവേ, നിന്റെ കരുണയുടെ വാതിൽ എന്റെ മേൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, എന്റെ കുടുംബത്തിലേക്ക് ദൈവകരുണ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്റെ ജീവിതത്തെ ദൈവത്തിന്റെ കരുണയുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധയെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും വചനം ഓടിക്കാൻ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. കർത്താവിന്റെ വലിയ ഒരു കരുണയെ കുറിച്ച് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന വചനഭാഗമാണ്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക, വലിയൊരു ഉപദേശം ദൈവം തരികയാണ്. എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കും, മേലങ്കി എടുക്കുന്നവന് തടയരുത്, നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. കർത്താവിന്റെ വചനമാണ്. വലിയ ഒരു കരുണയുടെ മറ്റൊരു തലത്തെ കുറിച്ച് കർത്താവ് നമ്മോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരുണ എന്താണെന്ന്, കരുണ തന്നെയാ ഈശോ പഠിപ്പിക്കുന്ന ഒരു വചനമാണ്. അത് കരുണ എന്ന് പറയുന്നത് അത് ധാരാളമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കുറച്ചുള്ളതല്ല, അത് ധാരാളമാണ്. പ്ലെന്റിബിൾ എന്നാണ് കർത്താവിന്റെ കരുണയെ കുറിച്ച് പറയുക. പ്ലെന്റിബിൾ. അങ്ങനെ അത്രമാത്രം ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ അത്രമാത്രം തരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പൊ കർത്താവിന്റെ കരുണയെ കുറിച്ച് ഞാൻ നിങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കർത്താവിന്റെ കരുണയെ കുറിച്ച് മറ്റൊരു വചനം കൂടെ നമ്മൾ കുറെ വചനങ്ങളിലൂടെയാണ് കടന്നത്. ഈശോ ഇന്ന് പ്രഭാതത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കുറെ വചനങ്ങൾ തന്നു. ചില വചനങ്ങളോട് കൂടെ കടന്നു പോവുകയാണ്. യോഹന്നാസ്ലീഹയുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 9-10 വചനങ്ങൾ. നമ്മൾ ഈ കർത്താവിന്റെ കരുണയെ കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം നമ്മളോട് പറയുകയാണ് കർത്താവിന്റെ കരുണയെ കുറിച്ച്. വീണ്ടും മറ്റൊരു വചനം പറയുകയാണ്. കാരണം തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ കയ്യിൽ വെളിപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് യോഹന്നാസ്ലീഹ പറഞ്ഞിട്ട് അടുത്ത വചനമാണ്, ദൈവം തരുന്ന കരുണ പ്ലെന്റിയാണ്, അല്ലെങ്കിൽ തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ദൈവം കരുണ കാണിക്കുന്ന വചനം പറയാണ്. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, മറിച്ച് അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് ഈ സ്നേഹം, ഈ കരുണ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന് പകരമായിട്ടാണ് ദൈവം നമുക്ക് വലിയ സ്നേഹവും കരുണയും കാണിക്കുന്നതെങ്കിൽ കർത്താവിന്റെ സ്നേഹത്തിന് വിലയില്ല. കർത്താവിന്റെ സ്നേഹം പ്ലെന്റിയാണ്. അവൻ ഒന്നും നോക്കാതെ നമ്മൾ ഈ കർത്താവിന്റെ കരുണയും സ്നേഹവും നമുക്ക് തന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ നമുക്കത് കാണാൻ പറ്റും. ഈശോ, ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തെ കുറിച്ച് നോക്കും. ഈശോയെ, എന്തുമാത്രം കരുണയാണ് ദൈവം എന്നോട് കാണിച്ചിരിക്കുന്നത്, എത്ര മാത്രമാണ് ദൈവത്തിന്റെ കരുണ എന്നോട് ദൈവം കാണിക്കുന്നത്. നമ്മൾ മറ്റൊരു വചനത്തിലേക്ക് പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 18-ാം അധ്യായം 21-22 വചനങ്ങൾ. മത്തായി 18-ല് 21-22 വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. നമ്മൾ ഈ കരുണയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുക. അപ്പൊ നിങ്ങൾ ഈ വചനത്തിലൂടെ തന്നെ കടന്നു പോകുമ്പോൾ ഈ വചനത്തിന്റെ എല്ലാം കൃപ ഈശോ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് തരും. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയാണ്, നിർദ്ദയനായ കൃത്യന്റെ ഉപമ 18-ാം അധ്യായം 21-22 വചനങ്ങളിൽ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 അല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ചെറുതൊരു കരുണയല്ല ദൈവം നമ്മളോട് കാണിച്ചത്. അപ്പൊ ഈ കരുണയുടെ തിരുനാളിനെ കുറിച്ച് ഓർത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന, കരുണയുടെ നൊവേനകൾ ചൊല്ലുന്ന, കരുണ കൊന്തകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നമ്മളോട് കർത്താവ് പറയാണ്, നിന്റെ കരുണയും ഇതുപോലെ പ്ലെന്റിബിൾ, അതായത് ധാരാളമായിട്ട് കരുണ കാണിക്കാൻ പക്ഷെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കർത്താവിന്റെ കരുണയുടെ മറ്റൊരു വലിയ പ്രത്യേകതയെ കുറിച്ച് കർത്താവ് പറയാണ്. അപ്പോൾ ഈശോ ഒരു ഇൻവിറ്റേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ കരുണ എന്ന് പറയുന്നത് ഞാനും നീയും സ്വീകരിച്ച് അങ്ങ് കൊടുക്കണം. ഈ ചോയ്സ് എനിക്ക് കിട്ടണമെങ്കിൽ ഈ കരുണയെ ഞാനും നിങ്ങൾ സ്വീകരിച്ചിട്ട് കൊടുക്കണം. കർത്താവിന്റെ കരുണ അനുഭവിച്ച ഏതാനും വ്യക്തികളെ നമ്മൾ വചനത്തിലൂടെ കാണുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് കാണുന്നത് മോശയെ നമ്മൾ കാണും. ദൈവത്തിന്റെ വലിയ കരുണ. ഇസ്രായേൽ മക്കളെ ദൈവം തെരഞ്ഞെടുത്ത പഴയ നിയമ ജനതയുടെ ഉടനീളം കർത്താവ് കരുണ കാണിക്കുകയാണ്. ഇവര് കർത്താവിനെ മറുതലിച്ചു, കർത്താവിനെതിരെ പരാതി പറഞ്ഞു, എന്നിട്ടും മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും കൂടെ നടക്കുന്ന ഒരു കർത്താവ് നമ്മൾ കാണും. അതിനെക്കുറിച്ച് ഒന്നും വചനം പറയുന്നില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകണം. പുറപ്പാട് 16-3 വായിക്കുന്നില്ല, നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിന്റെ വലിയ കരുണയാണ് പഴയ നിയമത്തിലൂടെ ഉടനീളം നമ്മൾ കാണുകയാണ്. ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുപ്പ് തന്നെ വലിയൊരു കരുണയാണ്.
എന്നിട്ട് അവർ മറുതലിച്ച് ഓടി ഓടി പോകുമ്പോഴും വീണ്ടും വീണ്ടും കരുണ കാണിക്കുന്ന ഒരു ദൈവം, കരുണയോടെ ചേർന്ന് നടക്കുക. ഇനി വീണ്ടും കർത്താവ് വലിയ കരുണ കാണിച്ചുവെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് ദാവീദ് രാജാവ്. ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനാണ് ദാവീദ്. എന്നാൽ വലിയ കുറവുകൾ അവന്റെ ജീവിതത്തിൽ വന്നു. എന്നാൽ ദൈവ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കർത്താവേ, നിന്റെ കാരുണ്യത്വം എന്നോട് ദയ തോന്നണമേ. സങ്കീർത്തന പുസ്തകം 51-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ പറയുക, വലിയ കരുണ കാണിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ ദാവീദിലുടനീളം കാണുകയാണ്. ഇനി മറ്റൊരു വ്യക്തി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുക, പുതിയ നിയമത്തില് വിശുദ്ധ പൗലോസ്ലീഹായെ നമ്മൾ കാണുക. ദൈവത്തിന്റെ അനന്ത കരുണ കിട്ടിയ ഒരു വ്യക്തി. അത് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവർത്തനം 7-ാമത്തെ അധ്യായത്തിലാണ്. 7-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും, സ്തേഫാനോസിനെ തറച്ച് കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 7-ാമത്തെ അധ്യായത്തില് പൗലോസ്ലീഹായാണ് സ്തേഫാനോസിനെ കൊല്ലാനായിട്ട് അപ്പോസ്തല പ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ എല്ലാം നിന്ന് അവര് കൊല്ലുമ്പോ ഇതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണും. ഇതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തി പൗലോസ്ലീഹ. സാവൂൾ എന്ന യുവാവിന്റെ കാൽക്കൽ അവരതെല്ലാം സമർപ്പിച്ചു എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുക. കൃത്യമായ വചനഭാഗം എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ വചനം കാണുന്നത് അങ്ങനെയാണ്. സാവൂൾ എന്ന യുവാവിന്റെ കാൽക്കൽ അവരെല്ലാം കൊണ്ടുപോയി അങ്ങ് സമർപ്പിച്ചു. അപ്പൊ സമർപ്പിച്ചപ്പോ ഈ ഒരാളെ വേദനിപ്പിച്ച് കല്ലെറിഞ്ഞ് ക്രിസ്തുവിന്റെ അനുയായി ഒരാളെ കൊന്നിട്ട് അതിന് സാക്ഷ്യം വഹിച്ച പൗലോസ്ലീഹായോട് ദൈവം വലിയ കരുണ കാണിച്ച് കർത്താവിന്റെ അപ്പോസ്തലനായി തെരഞ്ഞെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കും അത് ചിന്തിക്കാൻ പറ്റില്ല. എന്തുമാത്രം വലിയൊരു കരുണയാണ് കർത്താവ് പൗലോസ്ലീഹായോട് കാണിച്ചത്. അതുപോലെ കരുണ. നമ്മൾ ഈ ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ കരുണയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലോട് നോക്കണം, എന്തുമാത്രം കരുണയാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്ന അടുത്ത വ്യക്തിയാണ് സുവിശേഷത്തിൽ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൾ കല്ലെറിയട്ടെ. അപ്പോൾ വീണ്ടും കരുണ കാണിക്കുന്ന ഒരു കർത്താവിനെ കാണുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കർത്താവിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ ഇതിലൊന്നും ലോകത്തിന്റെ ഒരു മൂല്യങ്ങൾക്കും ഈ കരുണ അളക്കാൻ പറ്റില്ല. ഒരു നിയമങ്ങൾക്കും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വ്യക്തികളോട് ദൈവം കാണിച്ച കരുണയെക്കുറിച്ച് അളക്കാൻ പറ്റില്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് നിയമമുണ്ട് ഈ ലോകത്തിലെ കർത്താവ് കാണിച്ച കരുണയെ അളക്കാതിരിക്കാൻ? കർത്താവ് അത്രമാത്രം കരുണയാണ് എന്നോട് നിങ്ങളോടും കാണിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തികൾ പോലും പലപ്പോഴും കരുണയില്ല നമ്മളോട് പെരുമാറാറുണ്ട്. പലപ്പോഴും ഇന്ന് ഞാൻ ഒരു അച്ഛന്റെ സാക്ഷ്യം കേട്ടത് എങ്ങനെയാണ്, ഒരിക്കലും തേക്കാത്ത ഒരു വ്യക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ അവന്റെ പുറകെ പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഇന്നത്തെ അത് ചെറുപ്പക്കാരന്റെ അച്ഛന്റെ സാക്ഷ്യമാണ്. ഇന്ന് പലരും ഇഷ്ടമുള്ളവരെ സ്നേഹിച്ചു പോകും, കുറച്ചും അവരെല്ലാം തേച്ചിട്ട് പോകും. അച്ഛൻ പറയാണ്, ഒരിക്കലും തേക്കാത്തൊരു വ്യക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാണ് എന്റെ ജീവിതം ഞാൻ അവന് സമർപ്പിച്ചത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് പ്രിയപ്പെട്ടവരെ പലരിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കുകയാണ് ഞാനും നിങ്ങളും. ഒരു കരുണ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ എംപ്ലോയീസ് ആകുമ്പോൾ അവര് നമ്മുടെ ഓഫീസർ മാനേജർമാരോടൊക്കെ നമ്മൾ ചിലപ്പോൾ കരുണ ചോദിക്കും. ആരും നമ്മളോട് കരുണ കാണിച്ചു. ഇപ്പൊ ജീവിത പങ്കാളി ഒരു കരുണ കാണിച്ചെന്ന് ചിന്തിക്കുന്നവരുടെ ഇരിപ്പുണ്ട്. പക്ഷെ കർത്താവ് പറയുകയാണ്, ദൈവത്തിന്റെ കരുണ തുച്ഛമല്ല പ്രിയപ്പെട്ടവർ, അത് ഒത്തിരി വലുതാണ്. ഈ വചനങ്ങളിലൂടെ ഈ വ്യക്തികളോട് എല്ലാം കാണുമ്പോൾ എന്റെയും നിങ്ങളുടെയും ബുദ്ധികൾക്കൊക്കെ അപ്പുറത്തൊരു കരുണയുണ്ട് ദൈവം നമ്മളോട് കാണിക്കുന്നത്. അപ്പോൾ ആ കരുണയാണ് നമ്മൾ ഇന്ന് ഈശോയോട് ചോദിക്കുന്നത്, ഈശോ എനിക്ക് തരണമേ, എന്റെ ജീവിതത്തോട് ആ കരുണ നീ കാണിക്കണമേ എന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുക. ഇനി നമ്മൾ വീണ്ടും കർത്താവിന്റെ കരുണയുടെ ഒരു പ്രത്യേകത പ്രോ ആക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് ഇപ്പം തന്നു തീരുകയല്ല, അതിങ്ങനെ ജീവിതത്തിലുടനീളം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ കരുണയെന്ന് പറഞ്ഞാൽ. നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 31-ാമത്തെ വചനത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 6:31 നമ്മൾ വീണ്ടും ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് കാണുകയാണ്. ദൈവത്തിന്റെ കരുണ പ്രോ ആക്റ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്തത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കരുണ നമ്മൾ കാണുന്നത്. ഈ കരുണ തിരുനാളായതുകൊണ്ട് ഈ വചനം തന്നെ ഞാൻ എടുത്ത് നിങ്ങളോട് സംസാരിക്കുക. ഈശോ ഇന്ന് ഈ വചനമാണ് നിങ്ങളോട് പറയാനായിട്ട് എന്നോട് പറഞ്ഞത്. 6-ാം അധ്യായം 31-ാമത്തെ വചനത്തില് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. എങ്ങനെയായിരിക്കണം എന്ന് കർത്താവിന്റെ വചനമാണ്. 6-ാം അധ്യായം 31-ാമത്തെ വീണ്ടും മത്തായി 5:45 നമ്മൾ കാണുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 45-ാമത്തെ വചനത്തില് വീണ്ടും മറ്റൊരു വലിയ കരുണയെക്കുറിച്ച് വചനം കാണിച്ചു തരികയാണ്. ഈശോയുടെ വലിയ കരുണ അതാണ്. അവിടെ പറഞ്ഞു വെക്കുകയാണ്, അയൽക്കാരനെ സ്നേഹിക്കുക. കാരണം ഈ കരുണ കിട്ടി എന്റെ ജീവിതത്തിൽ ഈ കരുണ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലാതെ ഞാൻ മാത്രം സ്വന്തമാക്കി
മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവരുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് നിർദ്ദയനായ ഭൃത്യന്റെ ഉപമയിൽ ഈശോയുടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ കരുണ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചൂഴ്ന്നു നിൽക്കണം, എപ്പോഴും എന്റെ ജീവിതത്തിൽ ആ കരുണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം എന്ന് ഈശോ പറയുകയാണ്. ഇനി ഈ കരുണയെന്ന് പറയുന്നത് വെരി പേഴ്സണൽ ആണ് പ്രിയപ്പെട്ടവർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കരുണയുടെ വിവിധങ്ങളായ ഭാവങ്ങൾ നമ്മൾ കാണുമ്പോൾ കരുണയെന്ന് പറഞ്ഞാൽ വലിയ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവമാണ്. എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അനുഭവിച്ച് വ്യക്തിപരമായി ഞാൻ പങ്കുവെക്കും. ഞാൻ അനുഭവിച്ച് ഞാൻ വ്യക്തിപരമായി, നമുക്ക് സമൂഹപരമായിട്ടൊക്കെ കാണിക്കാൻ എളുപ്പമുണ്ട്. വ്യക്തിപരമായി എനിക്ക് കരുണ കാണിക്കാൻ വളരെ പാടായിട്ട് നമുക്ക് മനസ്സിലാകും. അത് നമ്മൾ കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം വീണ്ടും 32-ാമത്തെ വചനത്തിൽ വ്യക്തിപരമായ കരുണയെക്കുറിച്ച് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും കർത്താവിന്റെ കരുണയെ വ്യക്തിപരമായിട്ട് കാണണം, വ്യക്തിപരമായിട്ട് അതിനോട് ചേർന്നിരിക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു വചനമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നത് മേന്മയാണുള്ളത്. പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വ്യക്തിപരമായ കരുണയാണ്. ഇങ്ങോട്ട് കിട്ടുന്നതല്ല ഞാൻ നിങ്ങളെ അങ്ങോട്ട് ചെയ്യേണ്ടത്. വ്യക്തിപരമായ ഒരു കരുണ ഞാൻ നിങ്ങളും ദൈവത്തോടും സഹോദരങ്ങളോടും എല്ലാം എന്റെ ദൈവത്തിന്റെ കരുണ അനുഭവിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളോട് കാണിക്കണം. ഈശോയെ, ഞാൻ വ്യക്തിപരമായ കരുണ അനുഭവിച്ച വ്യക്തിയാണ്. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങൾ എത്ര നിഷേധിച്ചാലും ഈ ഞാനും നിങ്ങളും കർത്താവിന്റെ വലിയ കരുണ പല മേഖലകളിൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഈ കരുണ കാണിക്കാൻ ഒരു ഇൻവിറ്റേഷൻ എനിക്കുണ്ട്, ഈ കരുണയിലേക്ക് വരാനുള്ള ഒരു ക്ഷണവും എനിക്കുണ്ട്. ഇതൊരു ചോയ്സാണ്. അപ്പോൾ ഈ ചോയ്സ് എന്താണെന്ന്, എങ്ങനെ ചോയ്സിൽ വരണം നിങ്ങളോട് ആദ്യമേ ഞാൻ പറഞ്ഞു. നമ്മുടെ റെസ്പോൺസും നമ്മുടെ സിൻസിരിറ്റിയാണ് ഈ കരുണയുടെ ചോയ്സ് നമ്പർ 1. അല്ല ഞാനും നിങ്ങളും ചൊല്ലിക്കൂട്ടുന്ന അനേകം പ്രാർത്ഥനകളല്ല. എൻ്റെ മനസ്സിന്റെ സിൻസിരിറ്റി എന്ന് പറയുന്നത് ദൈവകരുണ കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ദാവീദിനോട് ദൈവം കരുണ കാണിച്ചു. അവൻ പാപം ചെയ്തെങ്കിലും കരുണ കാണിക്കാൻ ഒറ്റ അവന്റെ മനസ്സിന്റെ ആത്മാർത്ഥതയാണ്. നമുക്കറിയാം പൗലോസ്ലീഹ തന്റെ പ്രിയപ്പെട്ട സ്തെഫാനോസിനെ കൊല്ലാൻ കൂട്ടുനിന്നിട്ടും കർത്താവ് കരുണ കാണിക്കാൻ അവൻ ചെയ്ത ജോലിയിൽ അവന്റെ സിൻസിരിറ്റി, അവന്റെ ആത്മാർത്ഥതയെ ദൈവം കണ്ടപ്പോ വലിയ കരുണ ദൈവം അവനോട് കാണിക്കുക. പാപിനിയ സ്ത്രീയോട് ദൈവം വലിയ കരുണ കാണിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ ഉടനീളം കരുണ കാണിക്കാൻ കാരണം ഒരു ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. കുറവുകൾ ഉണ്ടെങ്കിലും ബലഹീനതകൾക്കപ്പുറത്തൊരു സ്നേഹം ദൈവത്തോട് കാണിക്കുന്ന ജനത്തെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവകരുണയിൽ ഞാനും നിങ്ങൾ സ്ഥാനം പിടിക്കാൻ നമ്മുടെ റെസ്പോൺസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ദൈവത്തിന്റെ കരുണയിൽ എനിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഗിഫ്റ്റുകൾ എന്താണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പൗലോസ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വചനങ്ങളോട് നമ്മളൊന്ന് വായിക്കുക. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ വലിയൊരു പ്രതീക്ഷയെ കുറിച്ച് വചനം പറഞ്ഞു വെക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചുവന്ന ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കും. അവസാന കാലത്തേക്ക് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെ ഗിഫ്റ്റുകളാണ് ദൈവം നമുക്ക് തരുന്നത്. 1-ാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുക ഒരു പുതിയ ഹൃദയമാണ്. കരുണ കാണിക്കുന്ന ഒരു പുതിയ ഹൃദയം ദൈവകരുണ നമുക്ക് തരികയാണ്. ഈശോയുടെ കരുണ എനിക്കും നിങ്ങൾക്കും തരുന്ന ഒരു പുതിയ ഹൃദയമാണ്. 2-ാമതായി സജീവമായ ഒരു പ്രതീക്ഷയാണ്, ന്യൂ ഹോപ്പാണ്. ഒരു പുതിയ ഹോപ്പ് കർത്താവിന്റെ കരുണ നമുക്ക് തരും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരും. 3-ാമതായിട്ട് ദൈവം തരുന്ന ഈ വചനം മുഴുവൻ വായിച്ചു, ഞാൻ ഓൾറെഡി വായിച്ചു. അതിൻ്റെ അകത്ത് ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു വെക്കുകയാണ്. എല്ലാം നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. 3-ാമത് ദൈവം നമുക്ക് തരുന്നത് ഒരു പുതിയ വീടാണ്. പുതിയൊരു വീട് എന്ന് പറഞ്ഞാൽ എന്താണ് പുതിയ വീട്? നമ്മുടെ സ്വർഗരാജ്യത്തേക്കുള്ള പ്രതീക്ഷയാണ്. കരുണ ലഭിക്കുന്ന നിനക്ക് സ്വർഗത്തിലേക്കൊരു പ്രതീക്ഷയാണ്. നമ്മുടെ നിയോഗം നൽകിയ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് 8-ാം ദിനത്തിൽ നൊവേനയുടെ ദിനം. അതായത് വലിയൊരു പ്രതീക്ഷ, പുതിയൊരു വീട്, സ്വർഗത്തിനൊരു വീട് നമുക്ക് തരികയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഞാൻ നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ഈ മരണത്തിന് ശേഷം എനിക്ക് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. അത് കർത്താവിന്റെ കരുണ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ സാത്താൻ പറയുന്നത് അങ്ങനെയല്ല, മരിച്ചു നീയ് ഇനി നുണയാണ്. അവൻ നുണയുടെ ചില തലങ്ങൾ നമ്മളോട് പറഞ്ഞു വെക്കും. നുണയാണ് സാത്താൻ നമുക്ക് തരുന്ന ഒരു പ്രതീക്ഷ. പക്ഷെ കർത്താവ് തരുന്ന പ്രതീക്ഷ നുണയുടെ ഫലങ്ങളല്ല, സ്വർഗത്തിന്റെ വലിയ പ്രതീക്ഷയാണ്. കർത്താവിന്റെ വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വലിയ പുതിയ ജീവിതം, ഈ സ്വർഗരാജ്യത്തിലെ ജീവിതം, സ്വർഗമുണ്ട്.
കരുണ കാണിക്കുകയാണ് ദൈവം നിന്നോട്. എന്തിനാണെന്നറിയാവോ? നീ ഞാൻ സ്വർഗത്തിൽ ചെന്ന് ചേരണം. ഈ കരുണ ഈ സ്വർഗരാജ്യത്തിലേക്ക് എന്നെയും നിങ്ങളെയും വിളിക്കുന്ന ദൈവം പറയുകയാണ്, സ്വർഗരാജ്യത്തിൽ ഒരു പുതിയ ഹോം ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കരുണയാണിത്. ഞാൻ വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. എന്റെ പിതാവിന്റെ സ്ഥലത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്. ആ പുതിയ വാസസ്ഥലത്തെ കുറിച്ച് കർത്താവ് പറയുന്നത് ഡെത്ത് പ്രൂഫാണ്. പിന്നെ എന്താണ് ഡെത്ത് പ്രൂഫാണ് എന്ന് പറഞ്ഞാൽ? പാപത്തിന്റെ ടച്ച് ഇല്ലാത്ത ഒരു സ്ഥലം. അത് ദൈവം എനിക്ക് നിങ്ങൾക്ക് കരുണയോടെ വച്ചു നീട്ടിയിരിക്കുകയാണ്. കുരിശിൽ മരിച്ച കർത്താവ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി കരുണയോടെ വച്ചു നീട്ടിയതാണ് പാപത്തിന്റെ ടച്ച് ഇല്ലാത്ത ഒരു വീട്, ഒരു സ്വർഗരാജ്യം. വീണ്ടും കർത്താവ് പറയാണ്, ഒരിക്കലും അസ്തമിക്കാത്ത സൗന്ദര്യം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗരാജ്യം എന്ന് പറയും. ഈ കർത്താവിന്റെ കരുണ സമ്മാനിക്കുന്ന 3 കാര്യങ്ങളാണ്. എനിക്ക് നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ പ്രതീക്ഷ തരും, ഒപ്പം തന്നെ ഒരു പുതിയ വീട് ദൈവം തരും. സ്വർഗരാജ്യം എന്ന വീട്, അവിടെ പാപത്തിന്റെ ലാഞ്ചനകളില്ല, അസ്തമിക്കാത്ത സൗന്ദര്യമുള്ള സ്വർഗരാജ്യത്തിന്റെ പ്രതീക്ഷയുള്ള ഒരു വീടാണ് സ്വർഗം നമുക്ക് വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവകരുണയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ കരുണ കൊണ്ട് എന്റെ സമ്പത്തിന്റെ തടസ്സം മാറുക എന്നുള്ളതല്ല, എന്റെ മക്കൾക്ക് ജോലി കിട്ടുക എന്നുള്ളതല്ല, ഇതൊന്നുമല്ല സ്വർഗം ആഗ്രഹിക്കുന്നു. മറിച്ച് വ്യക്തിപരമായി ഞാൻ ഈ കരുണ അനുഭവിച്ച് സ്വർഗരാജ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കണം. സ്വർഗത്തിലേക്ക് ഞാൻ എത്താനാണ് ദൈവം എന്നെ കരുണയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് പറഞ്ഞൊരു കാര്യമാണ്, ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ഞാൻ അനുതപിച്ച് സ്വർഗത്തിലേക്ക് എത്താനാണ്. ഓരോ അനുഗ്രഹങ്ങളും ഓരോ കരുണയും കാണിക്കുമ്പോൾ താഴ്മയോടെ നിന്ന്, കർത്താവെ എവിടെയാണ് എനിക്ക് കുറവെന്ന് തിരിച്ചറിഞ്ഞ് ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്ക് ഞാൻ മുഖം തിരിക്കണം. കരുണ കാണിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയാണെങ്കിൽ കരുണയുള്ളൊരു കർത്താവ് നമുക്ക് കാണിച്ചു തരേണ്ട കാര്യമില്ല. കാരണം ഈ ലോകത്ത് എല്ലാം നിയമങ്ങൾ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. പക്ഷെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ വലിയ ദൈവ കരുണ എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. ഈശോയെ അത് എനിക്ക് തരണേ, എന്റെ കുടുംബത്തിന് അത് തരണേ. ഈ വലിയ കരുണ എന്റെ കുടുംബത്തോട് കാണിക്കണമേ, പ്രാർത്ഥിക്കണം. എന്നെയും എന്റെ മക്കളെയും ജീവിത പങ്കാളിയൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്വർഗത്തിന്റെ കരുണ എന്ന് പറയുന്നത് എന്റെ ജീവിതത്തെ സ്വർഗത്തോളം ഉയർത്താനുള്ളതാണ്. അത് മറന്നു കളയരുത്. ബാക്കിയൊക്കെ കർത്താവ് കൂട്ടിച്ചേർക്കും. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ എത്രയോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കും. ഇനിയും പറയാനാണെങ്കിൽ ഇന്ന് മുഴുവൻ തീരാത്ത അത്ഭുതങ്ങളുണ്ട്, ഇഷ്ടംപോലെ ടെസ്റ്റ് മണികളുണ്ട്. പക്ഷെ അതല്ല, ഇനി ദൈവകരുണയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ സ്വർഗത്തോളം എത്തിപ്പെടുന്ന ഒരു കരുണ സ്വന്തമാക്കാൻ പ്രാർത്ഥിക്കണം. ആ കരുണ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ കർത്താവ് നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, റെസ്പോൺസ് ചെയ്യുക, സിൻസിയർ ആയിരിക്കും. ദൈവത്തിന്റെ വിളിയോട് അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യുക, സിൻസിയർ ആയിരിക്കും. പൗലോസ്ലീഹായെ ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞ് പിന്നെ പുറകോട്ട് നോക്കിയിട്ടില്ല, ഓടുവാണ്. പാപിനിയായ സ്ത്രീയെ കർത്താവ് വിമുക്തമായി പിന്നെ അവൾ വിശുദ്ധ പദവിയിലേക്ക് ഒരു ഓട്ടമാണ്. നമുക്ക് കരുണ കിട്ടിയിട്ട് നമ്മൾ ഇന്നും പുറകോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്. ദൈവം അനേകം കരുണ കാണിച്ചിട്ടും വീണ്ടും പുറകോട്ട് കഴിഞ്ഞ നാളുകളിലേക്ക് നോക്കിയിരിക്കുകയാണ് നമ്മൾ. ഇപ്പൊ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, മുന്നോട്ട് പുറകിൽ നിന്ന് എന്തെങ്കിലും അനുദപിക്കാനുണ്ടെങ്കിൽ അനുദപിച്ച് സ്വർഗത്തിലേക്ക് ഒരു യാത്രയിലേക്ക് ഞാൻ നിങ്ങൾ തിരിച്ചു വരണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവമക്കളെ, വലിയ കരുണയുടെ തിരുനാളിന് വേണ്ടി ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന ദിനങ്ങളാണ് ഈ ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ആദ്യ വെള്ളിയാഴ്ച എല്ലാം കൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ മേല് കർത്താവിന്റെ വലിയ കരുണ ഒഴുകും. എന്തൊക്കെ നമ്മൾ പ്രയത്നിച്ചാലും ദൈവത്തിന്റെ കരുണ ഈ കൂട്ടായ്മയുടെ മേല്, ഈ മക്കളുടെ മേൽ, ഈ ജീവിതങ്ങളുടെ മേൽ നിറയപ്പെടണം. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് എനിക്ക് തോന്നുന്നില്ല എല്ലാ മാസവും ഇതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഒരുമിച്ച് കൂടുന്ന മറ്റൊരു കൂട്ടായ്മ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ എല്ലാവരും ഇവിടെ പല രാജ്യങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ എല്ലാം ഒന്ന് ഓർക്കണം. അവരിലെല്ലാം ദൈവത്തിന്റെ വലിയ കരുണ ഒഴുകി എത്തണം. ഈശോയെ, ഞങ്ങളുടെ ചുറ്റുപാടുകൾ ഈശോയുടെ കരുണ ഒഴുകി എത്തണം. നിലവിളിച്ചു പ്രാർത്ഥിക്കണം ഈ കരുണയ്ക്ക് വേണ്ടി. ഈ നാളുകളില് എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കണം. രാത്രികളില് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ഉറക്ക നിലവിളിക്കേണ്ട സമയമാണ്. ഈശോയെ, നിന്റെ കരുണ എന്റെ കുടുംബത്തിലേക്ക്, എന്റെ മക്കളിലേക്ക് നീ തരണേ ഈശോ. ഞങ്ങളെല്ലാം സ്വർഗരാജ്യത്തിന്റെ കവാടത്തിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കൊണ്ടുവരുന്ന, തോളിലേറ്റുന്ന ഒരു ഈശോയെ നമ്മുടെ മുമ്പിൽ യോഹന്നാൻ ശ്ലീഹ 10-ാമത്തെ അധ്യായത്തിൽ സുവിശേഷത്തെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ കരുണ അത്രയും വലുതാണ്. എന്നെ എപ്പോഴും ടച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. എസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു, യാക്കോബിനെ ആകട്ടെ ഞാൻ സ്നേഹിച്ചു. അവന്റെ മനസ്സിനിണങ്ങുന്നവരോട്, അവൻ ഇച്ഛിക്കുന്നവരോട് അവൻ കരുണ കാണിക്കുക. അത് മറക്കരുത്. അവന്റെ മനസ്സിനോട് ചേർന്നിരിക്കാനുള്ള ഒരു കൃപയാണ് നമ്മൾ ഈശോയോട് ചോദിക്കേണ്ടത്. മനുഷ്യന്റെ ആഗ്രഹങ്ങളല്ല, പ്രയത്നങ്ങളല്ല, മറിച്ച് ദൈവ കരുണ നിന്റെ ജീവിതത്തെ തൊടണം.